സർവീസ് റോഡും ഓവുചാൽ സൗകര്യവും പൂർത്തീകരിക്കാതെ ദേശീയപാതയിൽ ചാലിങ്കാലിൽ ടോൾ പ്ലാസ തുറക്കാൻ തീരുമാനം. ഗതാഗത സൗകര്യങ്ങൾ സുരക്ഷിതമാക്കാതെ ടോൾ പിരിവ് നടത്താനുള്ള നീക്കത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി നിർദ്ദിഷ്ട ടോൾ പ്ലാസയ്ക്ക് മുന്നിലെത്തി പ്രതിഷേധം നടത്തി. സർവീസ് റോഡും ഓവുചാൽ സൗകര്യവും പൂർത്തീകരിക്കാതെ ദേശീയപാതയിൽ ചാലിങ്കാലിൽ ടോൾ പ്ലാസ തുറക്കാൻ തീരുമാനം. ഗതാഗത സൗകര്യങ്ങൾ സുരക്ഷിതമാക്കാതെ ടോൾ പിരിവ് നടത്താനുള്ള നീക്കത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായാണ് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പരിസരത്ത് നിന്നും പ്രകടനവുമായാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിർദ്ദിഷ്ട ടോൾ പ്ലാസയ്ക്ക് മുന്നിലെത്തിയത്. തുടർന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ധർണ ഉദ്ഘാടനം ചെയ്തു. കുണിയ മുതൽ പുല്ലൂർ പാലം വരെയുള്ള ഏകദേശം 7 കിലോമീറ്ററോളം വരുന്ന പാത അത് പുല്ലൂർ പെരിയ പഞ്ചായത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും പൂർത്തീകരിക്കാതെ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊന്നും പൂർത്തീകരിക്കാതെ അത് പാതി വഴിയിൽ വെച്ച് ടോൾ പിരിവ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അങ്ങനെയുള്ള ഒരു നിർമ്മാണ കമ്പനി അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ധർണാ സമരം ഞങ്ങൾ ഭരണസമിതി ആലോചിച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, പുല്ലൂർ ഭാഗം മുതൽ അത് പുല്ലൂർ ഭാഗത്തുള്ള ഒരു തോട് വലിയൊരു പ്രയാസത്തിലാണ്. ആ തോട് പാതി വഴിയിൽ അല്ലെങ്കിൽ അത് പകുതി വെച്ചിട്ട് നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, ദേശീയപാതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള കൃഷിക്കാരെല്ലാം കൃഷിയിടത്തിലേക്ക് ഈ തോട് ഗതിമാറി ഒഴുകുന്നത് വഴി കൃഷി ഇറക്കാൻ പറ്റാത്ത ഒരു പ്രയാസത്തിലാണ്. അതുപോലെ കുണിയ മുതൽ പെരിയ ഭാഗങ്ങളിൽ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവിടെ വെള്ളക്കെട്ട് കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഇവിടെ ഈ ടോൾ പ്ലാസ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ അതിൻ്റെ സർവീസ് റോഡുകളുടെ പ്രവൃത്തി ആരംഭിച്ചിട്ട് പോലുമില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സന്തോഷ് കുമാർ, K ബിന്ദു എന്നിവർ സംസാരിച്ചു. രതീഷ് കാട്ടുമാടം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ.